ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്നില്ലേ ഹാദിൻ്റെയും അനാമിൻ്റെയൊക്കെ സ്കൂളിൽ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്കുള്ള ബുക്സ് യൂണിഫോം ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് ഇന്നായിരുന്നു. അപ്പോൾ ഇന്ന് അനാമിൻ്റെ ഡേ ആയിരുന്നു കേട്ടോ. ഓരോ ദിവസം ഓരോ ക്ലാസ്സുകാർക്ക് അങ്ങനെയാണ് അവർ അസൈൻ ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ ഏതായാലും അനാമിൻ്റെ വാങ്ങാൻ പോയപ്പോൾ ഹാദിൻ്റെയും കൂടിയും വാങ്ങി. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയൊരു ക്യുക്ക് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാംജു മിൽക്ക് വന്നതാണ്. നട്ടുച്ച നേരത്താണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. ഞാൻ രാവിലെ പോയതായിരുന്നു, പക്ഷേ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബുക്കൊക്കെ വാങ്ങി അവിടെ ഉമ്മാൻ്റെ അടുത്തൊക്കെ കയറിയതിൻ്റെ ശേഷമാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ലേറ്റായി. പിന്നെ സാറാക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് വരാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ വേഗം കയറിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്നും പറഞ്ഞ് നമുക്കാകെ 1-2 ഐറ്റം മാത്രം അത്യാവശ്യമായിട്ട് എടുക്കാനും വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ അത് മാത്രം മതിയെന്നും പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ്. ഏതാണത്? എനിക്ക് ഒരു പായസം ഉണ്ടാക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഒരു പായസം മിക്സ് വാങ്ങിയാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് പായസം മിക്സ് വാങ്ങാൻ വന്നതാണ്. അപ്പോൾ അനാമിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പാലട. അങ്ങനെ അവൾ തന്നെ അവിടെ ഒരു പാലട പായസത്തിൻ്റെ മിക്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള പാലും കൂടി എടുക്കണം. 1 ലിറ്റർ പാലാണ് കേട്ടോ വേണ്ടിയിട്ടുണ്ടായിന്. അപ്പോൾ എന്താ ഇപ്പോൾ ഇത്ര അർജൻറ്റായിട്ട് പാലട പായസം എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്കൊരു പായസം ഉണ്ടാക്കേണ്ട അത്യാവശ്യമുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നോക്കുമ്പോഴാണ് മാംഗോ ലസ്സി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാംഗോ ലസ്സി. പിന്നെ കൂടെ ഈ ഒരു ക്ലൈമറ്റിൽ എന്താ പറയുക, ആ ഒരു സമയം കൂടി ആകുമ്പോൾ നമുക്ക് അവിടെ ഫ്രീസറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാൻ തോന്നിപ്പോയി. അങ്ങനെ ഏതായാലും ലസ്സിയും പാലും പിന്നെ നമ്മളെ പായസം മിക്സൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ സായറാക്കും വന്നു. അപ്പോൾ പിന്നെ ഡ്രസ്സൊന്നും മാറാനുള്ള ഗ്യാപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. സായറാക്കൊക്കെ ഫുഡ് വെച്ചിട്ട് വേഗം പോകണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാനൊരു ഈസി കുക്കർ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുക്കറിൽ 1 വിസിലിന് വേവുന്ന ഒരു അടിപൊളി ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ആ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട് മുന്നേ. അപ്പോൾ ഞാൻ ഏതായാലും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫുഡൊക്കെ ഞാൻ രാവിലെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇതുപോലത്തെ എന്തെങ്കിലും റൈസ് ഉണ്ടാക്കിയാൽ ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ. ചിക്കനോ ബീഫോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് റൈസ് ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതാകുമ്പോൾ കൂടുതൽ കറിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ മന്തിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഏകദേശം നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന മന്തിൻ്റെ അതേപോലെ തന്നെയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനിയൊക്കെ ചെയ്യാം കേട്ടോ അതിൻ്റെ റെസിപ്പി. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുകയാണ്. ഭയങ്കര ചൂടാണല്ലേ ഈ ഒരു സമയത്തൊക്കെ. നമ്മൾ മാക്സിമം ഈ സമയത്ത് പുറത്ത് ഇറങ്ങൽ തന്നെ ഇല്ല കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെ എങ്ങോട്ടും ഇറങ്ങലില്ല. അതിപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ട് മാത്രം പോയതാണ്. അപ്പോൾ അങ്ങനെ ആരൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോയതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് റിലാക്സ് ആയതിനു ശേഷമാണ് കേട്ടോ പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എൻ്റെ ലസ്സി അവിടെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നമ്മൾ തിരക്ക് പിടിച്ച് ഓടിപ്പാഞ്ഞ് ഓരോക്കെ കുടിച്ച് അപ്പോൾ ഞാൻ എൻ്റെ തട മാറ്റി വെച്ചതായിരുന്നു. ഇവിടെ ഇവർക്കൊന്നൊരു ക്ഷമയുണ്ടാവില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും ചോക്ലേറ്റോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ. പക്ഷേ എന്നാൽ അത് എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ എൻ്റെ തട മാറ്റി വെക്കലാണ് കേട്ടോ. നമുക്കാണല്ലോ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ കൂടുതൽ പണി ഉണ്ടാവുക. അതൊക്കെ ഒന്ന് സെറ്റാക്കലൊക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരുന്ന് കഴിക്കാനും പിന്നെ ബുക്ക് വായിക്കാൻ തയ്യാറൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു സ്പേസ് ഇങ്ങനെ ഒരു പാഷ്യോ സ്പേസ് ഉണ്ടാക്കിയത്. അവിടെ അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് നടന്ന് അങ്ങനെ വാങ്ങിയത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഉച്ച സമയത്തൊന്നും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്, ഈ സമയത്തൊന്നും നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല, നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിനൊരു പരിഹാരം കൂടി ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് അഗാരോൻ്റെ ഒരു ചെറിയൊരു റീചാർജബിൾ ഫാന്. സംഭവത്തിൽ ചെറുതാണെന്നുണ്ടെങ്കിലും ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാം. നമുക്ക് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ മെയിനായിട്ട് ഫാൻ ഉണ്ടെങ്കിൽ നമ്മളെ മേൽക്കണ്ട് കാറ്റ് തട്ടാത്ത പോലെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേഴ്സണലായിട്ട് നല്ല കാറ്റ് കിട്ടാൻ നമ്മൾ അടുത്ത് തന്നെ വെച്ചിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും ഇത്. അപ്പോൾ നമുക്കത് ബെഡ്റൂംസിലൊക്കെ ആണെങ്കിൽ ബെഡ് സൈഡിൽ സൈഡ് ടേബിളിൽ നമുക്ക് വെക്കാം, സ്റ്റഡി ടേബിളിൽ വെക്കാം, എവിടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ.
ഒരു വലിയ ഫാനിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇതിനും ഉണ്ട് കേട്ടോ. ഇതിന് സ്പീഡുകൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് സ്പീഡ് ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് റീചാർജബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മൾ ചാർജിനിട്ടിട്ട് ഫുള്ളി ചാർജ് ആയതിനു ശേഷം നമുക്കൊരു 11 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫാൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല, ഇതിന് നല്ല രീതിയിൽ നമുക്ക് കാറ്റ് കിട്ടും കേട്ടോ. സിമ്പിളാണ് ഇതിൻ്റെ ഓപ്പറേഷൻ. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ പാനൽ. ഓണ്, ഓഫ്, പിന്നെ സ്പീഡ്, ഇതിനൊക്കെ ഒരു സെയിം ബട്ടൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ട ഇതിൻ്റെ സ്പീഡ് ലെവൽസ് 4 ലെവൽ ഓഫ് സ്പീഡാണുള്ളത്. ലോ, മീഡിയം, ഹൈ, സ്ട്രോങ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ലോ ലെവലിൽ ആക്കുമ്പോഴാണ് നമുക്ക് 11 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. സ്പീഡ് ലെവലിനനുസരിച്ച് നമുക്ക് ടൈം കുറയും കേട്ടോ. എന്നാലും 3 മുതൽ 11 മണിക്കൂർ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കും കൂടി ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഞാനിത് തിരഞ്ഞു നോക്കുന്ന സമയത്ത് കാണൂല, മക്കളൊക്കെ ടാബിലോ ടാബ്ലറ്റോ ബുക്കേറ്റോ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുണ്ടാവും ഓരോ കയ്യിൽ, ബെഡിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട്. ഫാന് വേറെ അവിടെ കറങ്ങുന്നുണ്ടാവും, പക്ഷെ എന്നാലും നല്ലോണം കാറ്റ് കിട്ടണ്ടേ, ഇപ്പോൾ നല്ല ചൂടല്ലേ ഇപ്പോൾ. പിന്നെ അതാ ഇതിന് നമുക്ക് ഓസിലേഷനും ഉണ്ട്. 120 ഡിഗ്രിയിൽ ഓസിലേഷൻ ഉണ്ട് കേട്ടോ. ആ ഒരു 120 ഡിഗ്രിയിലാണിത് സ്വിങ് ചെയ്യണത്. സ്വിങ് എന്നുള്ള ബട്ടൺ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ 2 സൈഡിലേക്കും സ്വിങ് ചെയ്യും. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക്, ഒരാൾക്ക് മാത്രമാക്കണ്ട, അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഓർക്കും നല്ലോണം കാറ്റിട്ടു കേട്ടോ. പിന്നെ ഇതിന് 90 ഡിഗ്രി വരെ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് നമ്മൾ മാനുവലി ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി. ഇത്രയും ഇതിൽ അങ്ങനെ ടിൽറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഹൈറ്റിനനുസരിച്ചും ഒക്കെ നമുക്ക് കാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കണ്ട ഒരു ഹോളുണ്ട്, അത് അതിന്മേൽ നമുക്കിങ്ങനെ വോളുമൊക്കെ വേണമെങ്കിലും ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരുപാട് ഹൈറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കിട്ടൽ കുറവായിരിക്കും കേട്ടോ. അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു എന്തെങ്കിലും ചുമരിൽ ആണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കാറ്റൊക്കെ കൊണ്ടിരിക്കാം പറ്റും. ഓപ്പറേഷനൊക്കെ ഭയങ്കര സിമ്പിളാണ്. എല്ലാവർക്കും നല്ല സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമ്മളിത് ചാർജ് ചെയ്ത് ഒക്കെ നോക്കി മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഈ പാഷ്യൊക്കെ ഒരു തുള്ളി പോലും വെയിൽ വരില്ല കേട്ടോ. പക്ഷേ വെയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മേലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോളികാർബണേറ്റ് ഷീറ്റാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഷെയ്ഡൊന്നുമില്ല. പിന്നെ മാത്രമല്ല ചൂടുമായിരിക്കും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്തായാലും ഭയങ്കര ചൂട് തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു ചൂടും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കൽ, ഇപ്പോൾ ഡേ ടൈമിലൊന്നും ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കൽ തന്നെ ഇല്ലായിരുന്നു കേട്ടോ. ഈ ഫാൻ ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ അവിടെ ഇരിക്കൽ തുടങ്ങിയത്. പിന്നെ ഇതിന്മേൽ ലൈറ്റിൻ്റെ ഓപ്ഷനും കൂടി ഉണ്ട്. 3 ലെവലിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ലൈറ്റ് ഉണ്ട് കേട്ടോ. ലോ, മീഡിയം, ഹൈ എന്നുള്ള രീതിയിൽ LED ലൈറ്റാണ്. അപ്പോൾ ലൈറ്റിനുള്ള ബട്ടൺ ഇങ്ങനെ 3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ, ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴാണ് ഓരോ ലെവൽ ആ ഒരു ലൈറ്റ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ബുക്സൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ റൂമിലുള്ള ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്കിത് ലാമ്പായിട്ടും യൂസ് ചെയ്യാം. പിന്നെ മാത്രമല്ല ഈ ഫാന് നോയ്സ് ഫ്രീയും കൂടിയാണ് കേട്ടോ. ഇതിന് തീരെ സൗണ്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓഫീസിലാണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ചാർജിങ് കേബിൾ. USB ചാർജിങ് കേബിളാണ്, C ടൈപ്പാണ് കേട്ടോ. അതിങ്ങനെ ഇതിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 4.5 മണിക്കൂറൊക്കെയാണ് ഇവർ ചാർജിങ് ടൈം പറയുന്നത് കേട്ടോ. അപ്പോഴാണിത് കംപ്ലീറ്റ് ആയിട്ടും ചാർജ് ആവണത്. ചാർജ് ആകുന്നത് മുന്നിൽ നോക്കി നമുക്ക് മനസ്സിലാവും. 4 ലൈറ്റ് ഉണ്ട്. ഓരോ ലെവലും ഇങ്ങനെ ചാർജായി വരുമ്പോൾ ഫുള്ള് ചാർജ് ആകുമ്പോൾ ഫുള്ള് ലൈറ്റുകളും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. സംഭവം സൂപ്പറാണ് കേട്ടോ. ഈ ഒരു ഫാൻ ഇവിടെ വെച്ചതിന് ശേഷം ഇപ്പോൾ കൂടുതൽ സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ബുക്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഇവിടെ ഇരുന്ന് വായിക്കാൻ, അങ്ങനെയൊക്കെയുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ബുക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫാനൊക്കെ ഇട്ട് കുറച്ച് നേരം ഏതായാലും ഇവിടെ വന്നിരുന്നതല്ലേ. എൻ്റെ ലെസ്സിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിട്ടിരിക്കും. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇത് അഗാരോണ് കേട്ടോ ബ്രാൻഡ്. ഞാൻ കുറേ ഇപ്പോൾ അഗാരോൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കംപ്ലയിൻസ് ഒന്നുമില്ല, പൊതുവേ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളിട്ടാ. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് അനാമുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ നമ്മളെ ചുറ്റോറും അവൾക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇവനാണ് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇവൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ, എങ്ങോട്ടും പോകില്ല. ഇവിടെ ഇരുന്ന് ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവനെ ഓടിച്ചു വിടലാണ് പുറത്തിറങ്ങിയിരിക്കുമെന്നും പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം റൂമിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം, ടാബിലോ അല്ലെങ്കിൽ ബുക്സ് വായിക്കാൻ അവന് ഇഷ്ടമാണ്. അപ്പോൾ കുറേ ബുക്സ് ഉണ്ട് അവൻ്റെ അടുത്ത്. അപ്പോൾ ബുക്സ് വായിച്ചിരിക്കും.
അതല്ലാന്നുണ്ടെങ്കിൽ ടി വി കാണുക. ഇതാണ് ഓൻ്റെ പരിപാടി. പിന്നെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഓൻ രാവിലെ ചെയ്യും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് ഇതന്നെ പരിപാടി, പുറത്തിറങ്ങൂല. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഓനൊന്ന് പുറത്തേക്കാക്കും. പുറത്തിരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. കാറ്റൊന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇരുത്തലുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബുക്സൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ തന്നെ അവിടെ വെച്ചിരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കുകളും പിന്നെ യൂണിഫോമും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അനാമന് ഇനിയിപ്പോൾ ഓൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ്, അപ്പോൾ അവർക്ക് ഇനി പുതിയ യൂണിഫോമാണ് കേട്ടോ. KG വേറെ യൂണിഫോമാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ വേറെ യൂണിഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾക്കൊരു 3 സെറ്റ് യൂണിഫോം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലോത്താണ് കേട്ടോ ഇത്, മെറ്റീരിയലാണ്. നമ്മൾക്കത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം. ആദ്യക്കും വേണേനും ഓനതും വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വലിപ്പം കുറയും. പാൻറ്റും ഷർട്ടൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അത്യാവശ്യം സൈസിലൊക്കെ അടുപ്പിക്കും കേട്ടോ, പക്ഷെ എന്നാലും ഇയറിൻ്റെ ആകുമ്പോഴത്തേനും വലിപ്പം കുറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റൻറ്റ് പായസം മിക്സാണ് വാങ്ങിയിട്ടുള്ളത്. ജസ്റ്റ് പാലൊഴിച്ചിട്ട് വേവിച്ച് ആക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അർജൻറ്റായിട്ട് ഇപ്പോൾ ഒരു പായസം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സാറാക്കാൻ്റെ കൂടെ കമ്പനിയിൽ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ടീം ട്രിവാൻഡ്രത്തും എറണാകുളത്തൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളെ കൂടെ ഷാർജയിൽ നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു താമസമൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളെ പുതിയ വീടൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വന്നപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോളിയും പായസവും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരുടെ കല്യാണത്തിനൊക്കെ ഉള്ളൊരു മെയിൻ ഐറ്റമാണ്. സദ്യ കഴിച്ചിട്ട് ഇങ്ങനെ പായസവും ബോളിയും കഴിക്കും എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ സ്ഥലത്തിൻ്റെ ഓരോ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇത് വേണമെന്ന് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ മഞ്ചേരി പോയപ്പോൾ റോഡ് സൈഡിൽ ഒരു ഇങ്ങനെ ബോളി പായസം എന്ന് എഴുതി കണ്ടപ്പോൾ ഞാൻ അവിടെ നിർത്തി അത് വാങ്ങി കഴിച്ചപ്പോൾ എനിക്കത് ഇഷ്ടമായി. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ഞാൻ കേട്ട ആ ഒരു ഹൈപ്പൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അന്ന് എനിക്കൊരു ചപ്പാത്തി പോലൊരു സാധനമില്ല, നമ്മൾ പായസം ഒഴിച്ച് കഴിച്ചു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ട്, പായസമല്ലേ. അപ്പോൾ അങ്ങനെ പക്ഷേ ഇതിപ്പോൾ ഇവരാണ് നമുക്കിപ്പോൾ ഒറിജിനൽ ട്രിവാൻഡ്രം ബോളി കൊണ്ടുവന്നു തന്നത്. ഇതിൽ ഞാൻ ജസ്റ്റ് അവർ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ രാത്രിയായിരുന്നു ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പോൾ ആ സമയത്ത് ഞാനത് കുറച്ചെടുത്ത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മുന്നേ ബംഗാളി പറ്റിച്ചതാണെന്നുള്ളത്. ചപ്പാത്തി പരുത്ത അവരുണ്ടാക്കിയതായിരിക്കാം. അപ്പോൾ നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മൾ അന്ന് അങ്ങനെ കഴിച്ചു. പക്ഷേ ഇത് കഴിച്ച് നോക്കിയപ്പോൾ ശരിക്കും ആ ഒരു പരിപ്പിൻ്റെയും ഒക്കെ ഒരു നല്ല ടേസ്റ്റായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അത് അങ്ങനെ തന്നെ കഴിക്കാൻ. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചതായിരുന്നു, പായസം ഉണ്ടാക്കിയിട്ട് പായസവും ബോളിയും അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മാത്രമല്ല അസവടല്ല, ഓള് ഹോസ്റ്റലിലാണ്. അപ്പോൾ ഓളും കൂടിയും വന്നിട്ട് ഓൾക്കും കൊടുക്കുക. ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓളും കൂടിയും വന്നിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നേരെ ഫ്രീസർക്ക് മാറ്റിയത്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അസനെ വിളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഓൾക്കാണെന്നുണ്ടെങ്കിൽ ഓളൊരു ഫ്രണ്ട് ട്രിവാൻഡ്രത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വരും അപ്പോൾ വരുമ്പോൾ ബോളി കൊണ്ടുവരുന്ന ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോളി എന്ന് പറഞ്ഞു. ഓൾക്കറിയാം എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ പ്രത്യേക താല്പര്യമുള്ളത് ഓൾക്കറിയാം. അപ്പോൾ നമ്മളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുമായിരിക്കും ഓൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ കഴിച്ചോളി എന്നും പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പായസം മിക്സ് വാങ്ങണം കേട്ടോ. പിന്നെ പായസം മിക്സ് വാങ്ങാനുള്ളൊരു റീസൺ, നമ്മളിപ്പോൾ മധുരമൊന്നും അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറേ ഉണ്ടാവും അല്ലേ. അപ്പോൾ പിന്നെ അത് ഫുള്ളായിട്ട് നമ്മൾ തന്നെ കുടിക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പായസം മിക്സ് ആക്കിയാൽ ആകെ ഒരു 4 ഗ്ലാസ്സൊക്കെ അല്ലേ ഉണ്ടാക്കാൻ. 1 ലിറ്റർ പാൽ വെച്ച് ഉണ്ടാക്കിയപ്പോൾ ഒരു 4-5 ഗ്ലാസ്സുകൾക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ പായസം മിക്സ് ആക്കാമെന്ന് വിചാരിച്ചത്. ബോളി ഏതായാലും സംഭവം അടിപൊളിയാണ്. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വെച്ചതായിരുന്നു, ട്രിവാൻഡ്രം പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുന്ന് കഴിക്കുമ്പോൾ നമുക്കത് ആ ഒറിജിനൽ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ ഒറിജിനൽ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാനത് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയില്ല. റെസിപ്പിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം അത് ഒറിജിനൽ കഴിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴേ നമുക്ക് ആ ടേസ്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ലിറ്റർ പായസമാണ് ഇതിൻ്റെ കണക്ക്, 1 ലിറ്റർ പാലാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ ആ 1 ലിറ്റർ പാലവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന്, അതായത് വർക്കേരിയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. നല്ല ഗ്രീനറിയാണ് കേട്ടോ ബാക്ക് സൈഡ് മൊത്തം. പിന്നെ നമുക്ക് കുറേ അയൽവാസികളൊക്കെ ഉണ്ട്.
പായസം മിക്സ് കൊണ്ട് പായസം ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ പൊതുവേ ഡബിൾ ഹൗസിൻ്റെ പിന്നെ മിൽമൻ്റെ ഒക്കെ തന്നെയാണ് വാങ്ങൽ. ഇതിപ്പോൾ മിൽമൻ്റെ തന്നെയാണ് പായസം. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കറക്റ്റ് ഒരാ പറഞ്ഞ ടൈമിൽ എന്താ പറയുക, അത്രയും ടൈം വരെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ പായസം കിട്ടുന്നുണ്ട്. ഇതിൽ പിന്നെ മധുരമൊന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പാക്കറ്റിൽ തന്നെ അടയും പഞ്ചസാരയും എല്ലാം കൂടി മിക്സായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാല് തിളപ്പിച്ചിട്ട് ജസ്റ്റ് ആ മിക്സയിലേക്ക് ഫുള്ളായിട്ടും പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് 15 മിനിറ്റാണ് കേട്ടോ ആ ഒരു ടൈം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നോക്കിയിട്ട് അട കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. ആ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനൊരു 15 മിനിറ്റ് ടൈമർ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇതിരിക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ. ഈ ഒരു പാത്രമില്ലേ, കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഇതിലൊരു അപകടം ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഹാൻഡിലുണ്ടല്ലോ, ഈ ഹാൻഡിലിങ്ങനെ അത് അയണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ചൂടായിട്ടുണ്ടാവും. പെട്ടെന്ന് ഓർക്കാതെ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുക്ക് ചെയ്തപ്പോൾ ഞാനത് ഓർക്കാതെ പെട്ടെന്ന് അതിന്മേൽ പോയി പിടിച്ചു. ഇത് ഇളക്കി കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഹരിബറിയിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ അറിയാതെ പൈമ പോയി പിടിച്ചതാണ്. കൈ നല്ലോണം പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ കൈമ ഒരു കവറിങ്ങും കൂടി ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെ അത്ര ചൂടാവില്ല. പക്ഷേ ഇതിന് കവറിങ് ഇല്ല. ഇത് അയൺ ആയതുകൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ മെൽറ്റ് ആവുമായിരിക്കും, അത്രയും ചൂടാവില്ല അത്. അപ്പോൾ ഇതുമ്മൊരു ക്ലോത്തിൻ്റെ ഒരു കവർ ഉണ്ട് കേട്ടോ, നമുക്ക് എക്സ്ട്രാ തരുന്നതാണത്. അത് പിടിച്ചിട്ട് അതിമ പിടിച്ചാൽ മതി, അതും കൂടി ചേർത്ത് പിടിച്ചാൽ മതി, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ തിരക്കിൽ മറന്നു പോകും. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറോ അല്ലെങ്കിൽ കുറച്ചൊരു സ്പൂൺ നെയ്യൊക്കെ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ സായറാക്ക വരുമ്പോഴേ കഴിക്കുള്ളൂ. അപ്പോൾ പായസം ജസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ബോളിയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്ന് ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചതായിരുന്നു. അതിങ്ങനെ എന്താ പറയുക, ഇനി അതൊന്ന് ആ തണുപ്പൊക്കെ ഒന്ന് വിട്ടിട്ട്, ഇപ്പോൾ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്, ഇനി അതൊന്ന് ചൂടാക്കണം. അപ്പോൾ നമ്മൾ പാനിലിട്ട് തന്നെ ചൂടാക്കുക. സായറാക്ക വരുമ്പോൾ തന്നെ ഞാൻ ചൂടാക്കണുള്ളൂ കേട്ടോ. അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അരി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയിലിങ്ങനെ കേടാകാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വെയിലൊള്ളിക്കാൻ പറയുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ പുറത്ത് വെയിലത്ത് വെച്ചതായിരുന്നു. നമ്മളെ വർക്കേരിയയിൽ ഇങ്ങനെ ഒരു സിങ്കും കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു പ്ലേറ്റൊക്കെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിൻ കൂടി വാങ്ങി വെച്ച് അവിടെ. അല്ലെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ വാഷ് ചെയ്യണതും കൊണ്ട് കിച്ചണിക്ക് പോകുമ്പോൾ, മെയിൻ കിച്ചണിക്ക് പോകുമ്പോൾ നിലത്തൊക്കെ ഇങ്ങനെ വെള്ളമാകുന്നതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചത്. കാരണം കുട്ടികൾക്കൊക്കെ ഓരോക്കെ കഴിച്ച പാത്രമൊക്കെ കഴുകണമെങ്കിലൊക്കെ ഇവിടെയാണ് കേട്ടോ കഴുകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ മറ്റേ കിച്ചണും കൂടിയും കാണിക്കൂ, വർക്കിംഗ് കിച്ചണൊക്കെ ഒന്ന് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് വരലുണ്ട്. നമുക്ക് വർക്കിംഗ് കിച്ചണും മെയിൻ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആകെ ഒരു കിച്ചൺ തന്നെ ഉള്ളൂ, നമ്മളുടെ ആ ഒരു ഓപ്പൺ കിച്ചൺ. അവിടെയാണ് നമ്മൾ എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ ഇത് കിച്ചൺ അല്ല, ഇതൊരു വർക്കേരിയാണ്. ആ വർക്കേരിയിലൊരു സിങ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ കുക്കിങ്ങിനൊന്നുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല. അതിനെ പുറത്തേക്ക് ആക്കിയിട്ട് അവൻ്റെ ടാബ് വാങ്ങിയതാണ് കേട്ടോ, എനിക്കൊന്ന് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനിയിപ്പോൾ സായറൊക്കെ വരുന്നവരെ നമ്മളിവിടെ വെറുതെ വെയിറ്റ് ചെയ്യാണ്. അനാമത കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ വരണം എന്നാണ് കേട്ടോ ഞാൻ പോകുമ്പോൾ പറയൽ. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോവും. ബാങ്ക് കൊടുക്കുന്ന സമയമായാൽ പിന്നെ ഓള് നേരെ വന്നോളും. സമയം ഏകദേശം മഗ്‌രിബിൻ്റെ സമയത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ഫാൻ ആരോ ഇവിടെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഇപ്പോൾ എതിർത്ത് കൊണ്ട് നടക്കുന്ന പണിയാണ്. അപ്പോൾ ഞാനിങ്ങനെ റൂമിലിങ്ങനെ കർട്ടനൊക്കെ ആയിട്ട് മൂടി കിടന്നപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ലൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ വെളിച്ചത്തിൽ വെച്ചിട്ട് ഞാൻ ലൈറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വെറുതെ അതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് താറാക്കാനെ വിളിച്ചപ്പോൾ താറാക്ക അങ്ങോട്ട് എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ബോളിയൊക്കെ ചൂടാക്കിയാണ് കേട്ടോ, വരുമ്പോൾ തന്നെ ചൂടോട് കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ബോളിയിൽ ഓരോ ബോളി ഇങ്ങനെ ഇത് വട്ടത്തിലാണ് കേട്ടോ, അപ്പോൾ ഓരോ ബോളി ഇങ്ങനെ നടു മടക്കിയിട്ടായിരുന്നു, ഇങ്ങനെ മടക്കിയായിരുന്നു കേട്ടോ അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞാനത് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ച്, പിന്നെ അതെടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് കാണാൻ ഞാൻ നേരെ വെച്ചപ്പോൾ എല്ലാം പൊട്ടിപ്പോയി. കാരണം അത് ബലം പിടിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാനതൊക്കെ നേരാക്കിയപ്പോൾ എല്ലാം പൊട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ. പിന്നെ ഇത് മാത്രമല്ല നല്ല സോഫ്റ്റാണ്, എന്താ പറയുക, ഭയങ്കര നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്, അലിഞ്ഞു പോകുന്ന പോലെയാണ് കേട്ടോ, അത്രയും സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ചൂടാക്കണ്ട, ഒന്ന് ചൂടാക്കിയാൽ തന്നെ മതി, അപ്പോൾ തന്നെ അല്ലെങ്കിൽ അത് ബലം പിടിക്കും കേട്ടോ. എല്ലാം ചൂടാക്കി വെച്ചപ്പോൾ തന്നെ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാഞ്ഞിട്ട് ഭയങ്കര ടെംപ്റ്റേഷൻ. മക്കളാണെങ്കിലും വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, കാരണം ഇതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇതെന്താണെന്നുള്ളത് അറിയാനും വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും എന്താ പറയുക, ഇത് കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഞാൻ കഴിച്ച പോലെ അല്ല എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനും വേണ്ടിയിട്ട് സായറാക്ക എത്തിയിട്ടില്ല, ഞാൻ ചൂടാക്കലൊക്കെ കഴിഞ്ഞിട്ട് സായറാക്ക വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ, എനിക്കത് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഓർക്കും വേണം, അനാമിനും ആദിക്കും ഒക്കെ വേണം. അനാമ അതുവരെ പായസം മാത്രം മതി, എനിക്ക് ബോളി വേണ്ട. ബോളി കണ്ടപ്പോൾ ആൾക്കാർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വേണ്ട, എനിക്ക് പായസം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് കഴിക്കുന്ന എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ഓൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, പിന്നെ ആരും വിടണില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഇനി പപ്പ വന്നിട്ട് ഫുള്ള് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ തൽക്കാലം എടുത്തത് മാത്രം എല്ലാവർക്കും കൊടുത്തൊന്ന് സമാധാനപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ തന്നെ തയ്യാറാക്കി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബോളിയും പായസമൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി എന്താ പറയുക, എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മളിവിടെ ഇതൊരു അത്ര എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ ബോളി. പായസം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് തന്നെ, പക്ഷേ ബോളി എന്ന് പറയുന്ന സംഭവം നമ്മളിവിടെ ഉണ്ടാക്കലില്ല. പിന്നെ പായസം കൂട്ടി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ഐറ്റം ഇത്രയും സ്പെഷ്യലായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് നമുക്ക് തന്നില്ലേ, അപ്പോൾ അജയേട്ടനോടും ബിജിനോടൊക്കെ ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.